ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടി മെഗാ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. സുനന്ദ പറയുന്നു, ഇത്തവണ അച്ഛൻ ഞെട്ടിച്ചു കളഞ്ഞല്ലോ. അല്ലെങ്കിൽ വരുന്നതിന് 6 മാസം മുമ്പേ ഡേറ്റ് ഒക്കെ അറിയിക്കുന്നതല്ലേ. ഇതിപ്പം ഇന്നലെ വിളിച്ചു പറഞ്ഞു ഇന്ന് വരുന്നു. എന്താ അങ്ങനെ? ലളിത പറയുന്നു, എന്നോട് പോലും ടിക്കറ്റ് എടുത്തിട്ടാ പറഞ്ഞത്. എന്തോ അത്യാവശ്യ കാര്യത്തിനാണത്രേ. എന്ത് അത്യാവശ്യമെന്ന് സുനന്ദ ചോദിക്കുമ്പോൾ ലളിത പറയുകയാണ്, എനിക്കറിയില്ല. വരുമ്പോ നീ തന്നെ നേരിട്ട് ചോദിച്ചു. സുനന്ദ പറയുന്നു, ദേ കാറ് വന്നു, അച്ഛനാണെന്ന് തോന്നുന്നു. അച്ഛനെ വിളിച്ച് അരികിലേക്ക് ഓടി ചെല്ലുകയാണ് സുനന്ദ. പിന്നാലെ ലളിതയും ഓടി വരുന്നു. അച്ഛനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് സുനന്ദ പറയുന്നു, അച്ഛൻ കുറച്ച് തടിച്ചു കേട്ടോ. അപ്പൊ അച്ഛൻ പറയുകയാണ്, നീ കുറച്ച് ഉയരവും വെച്ചു. എന്താ ലളിത അവിടെ നിന്ന് കളഞ്ഞത്? അല്ല, നീ എന്തിനാ കരയുന്നത്? ഗംഗാധരൻ പറയുന്നു, അളിയോ അത് സന്തോഷ കണ്ണീരാ. 3 വർഷമായില്ലേ കണ്ടിട്ട്. സുനന്ദയുടെ അച്ഛൻ പറയുന്നു, എല്ലാ വർഷവും വന്നു പോകണമെന്ന് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല ലളിത, വന്നും മടങ്ങി പോകുന്ന കാശ് ചേർത്ത് വെച്ച അത്ര ആയില്ലേന്ന് കരുതും. ലളിത പറയുന്നു, എനിക്കറിയാം തന്നേട്ടാ. പെട്ടികളെടുക്കുന്ന സുനന്ദ പറയുന്നു, നല്ല കനമുണ്ടല്ലോ അച്ഛാ, ഒരുപാട് സാധനങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. അച്ഛൻ പറയുന്നു, നിനക്ക് വേണ്ടിയിട്ട് അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിയ കുറെ സാധനങ്ങളുണ്ട്. തുടർന്ന് സുനന്ദയുടെ അച്ഛൻ പറയുന്നു, ലളിതേ നീ ഇടാറുള്ള സ്പെഷ്യൽ ചായ ഇല്ലേ, അത് കൊണ്ടുപോവാ. ഗംഗേട്ടന് വേണമെന്ന് ലളിത ചോദിക്കുമ്പോൾ ഗംഗാധരൻ പറയുന്നു, എനിക്ക് വേണ്ട, അളിയൻ എന്തേലും കൊണ്ടുവന്ന് കാണും അല്ലേ അളിയ. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയാണ് ലളിത. കയ്യിൽ പിടിച്ച് അച്ഛൻ ചോദിക്കുന്നു, സുനു നിന്റെ പഠിത്തമൊക്കെ എങ്ങനെയുണ്ട്? സുനന്ദ പറയുകയാണ്, അതൊക്കെ ഉഷാറല്ലേ അച്ഛൻ, ഈ വർഷം കൂടി കഴിഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞു. അച്ഛൻ പറയുകയാണ്, അപ്പൊ അതോടെ പഠിപ്പ് തീർന്നു എന്ന് സാരം. PGക്ക് പോകണ്ടേന്ന് സുനന്ദ ചോദിക്കുമ്പോൾ അച്ഛൻ പറയുകയാണ്, ആലോചിക്കാം. നീ ആ നീല പെട്ടിയെടുത്ത് ഇങ്ങോട്ട് വെച്ച് തുറക്ക്. ലളിത ചായ കൊണ്ട് കൊടുക്കുകയാണ്. അത് കുടിച്ച് അച്ഛൻ പറയുന്നു, നല്ല അസല് ചായ. ഒരു ജ്വല്ലറി ബോക്സ് എടുത്ത് ലളിതയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് സുനന്ദയുടെ അച്ഛൻ. അതിലെ മാല കണ്ട് സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് ലളിത. അച്ഛൻ ചോദിക്കുന്നു, ഇഷ്ടമായോ? ഇവളുടെ കല്യാണത്തിന് നിനക്കിടാനുള്ളതാ. അപ്പൊ എനിക്കൊന്നും ഇല്ലേ അച്ഛാന്ന് സുനന്ദ ചോദിക്കുമ്പോൾ അച്ഛൻ പറയുകയാണ്, ഈ പെട്ടി നിറയെ നിനക്കുള്ള സാധനങ്ങളാ. സുനന്ദ പറയുന്നു, അച്ഛൻ എന്താ ഒരു അറിയിപ്പും ഇല്ലാതെ പെട്ടെന്ന്? കഴിഞ്ഞ വെള്ളിയാഴ്ച സംസാരിച്ചപ്പോൾ അച്ഛൻ വരുന്ന കാര്യം പറഞ്ഞില്ലല്ലോ. അച്ഛൻ പറയുന്നു, അതൊരു പ്രധാനപ്പെട്ട വിഷയം വന്നു, ഉടൻ തന്നെ വന്ന് തീരുമാനിച്ചുറപ്പിക്കാമെന്ന് വെച്ചു. എന്ത് വിഷയമെന്ന് സുനന്ദ ചോദിക്കുമ്പോൾ അച്ഛൻ പറയുകയാണ്, നിന്റെ കല്യാണം. അല്ലാതെ എനിക്ക് എന്ത് വിഷയമാ പ്രധാനം? ലളിത ചോദിക്കുന്നു, പയ്യൻ എങ്ങനെയുണ്ട്? കൂടുതലൊന്നും ചോദിക്കാൻ പറ്റിയില്ല. അച്ഛൻ പറയുന്നു, നല്ല തങ്കം പോലൊരു ചെറുക്കൻ, എന്റെ കമ്പനിയില് സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യുന്നതാ. കൊട്ടാരക്കരയിലാ വീട്. സംസാരത്തിനിടയിലാ വീട്ടിൽ അവന് കല്യാണം ആലോചിക്കുന്നുണ്ടെന്ന് അറിഞ്ഞത്. എന്നാ പിന്നെ ഇവളുടെ കാര്യം ഒന്ന് സംസാരിച്ചാലോ എന്ന് കരുതി ഫോട്ടോ കാണിച്ചപ്പോൾ അവർക്കങ്ങ് ഇഷ്ടമായി. നാട്ടിൽ അന്വേഷിച്ചപ്പോൾ അവനെ പറ്റി എല്ലാവർക്കും നല്ല അഭിപ്രായം. കൂടെ പിറപ്പായിട്ട് ഒരു ചേച്ചി മാത്രമേ ഉള്ളൂ. ആ കുട്ടി കല്യാണം കഴിഞ്ഞ അങ്ങ് UK-ലാ. ഈ പയ്യനും UK-ലേക്ക് ട്രൈ ചെയ്യുന്നുണ്ട്. മിക്കവാറും 1 കൊല്ലത്തിനുള്ളിൽ അവനും പോകും. കല്യാണം കഴിഞ്ഞാലേ നിനക്ക് UK-ലേക്ക് പോകാം. അവിടെ പോയി സെറ്റിൽ ചെയ്യാം. പിന്നെ ഈ നാട്ടിലേക്ക് വരികയേ വേണ്ട. വെള്ളക്കാരെ പോലെ ജീവിക്കും. പയ്യൻ ഇപ്പൊ നാട്ടിലുണ്ട്. 2 മാസത്തെ ലീവാ. പെണ്ണ് കാണലും നിശ്ചയവും കല്യാണവും ഒക്കെ അതിനുള്ളിൽ അങ്ങ് നടത്താമെന്ന് ഞാനും തീരുമാനിച്ചു. ഉടനെ ലീവ് സാങ്ഷൻ ആക്കി ഞാനിങ്ങ് പോന്നു. ലളിത പറയുന്നു, കേൾക്കുമ്പോൾ വലിയ വീട്ടിലെ പയ്യനാണെന്ന് തോന്നുന്നുണ്ടല്ലോ. അവരെന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടാകുമോ? ചോദിക്കുന്നത് കൊടുക്കാൻ നമ്മുടെ കയ്യിലും വേണ്ടേ? അച്ഛൻ പറയുന്നു, എടി നമുക്കുള്ളത് മുഴുവൻ ഇവക്കുള്ളതല്ലേ ലളിതേ. അതേപറ്റി ഓർത്ത് നീ വിഷമിക്കണ്ട, എല്ലാം നടക്കും. ഞാൻ ആ കാര്യമൊക്കെ സംസാരിച്ചു. ചെറുക്കൻ ഒരു ഡിമാൻഡും ഇല്ല. മാത്രമല്ല അവൻ ഈ കാര്യങ്ങൾക്കൊക്കെ എതിരുവാ. ഗംഗാധരൻ പറയുന്നു, അപ്പൊ നല്ല നിലപാടുള്ള ഒരുത്തരാണല്ലോ. ഇനിയിപ്പോ ഒന്നും നോക്കാനില്ല, കൈയോട് സംസാരിച്ച് ഒരു തീർപ്പാക്കണം. അച്ഛൻ പറയുന്നു, അതെ, ഇനി അത് കഴിഞ്ഞിട്ടേ മറ്റെന്ത് കാര്യമുള്ളൂ. സുനന്ദ വിഷമത്തോടു കൂടി നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ആലോചിച്ചുകൊണ്ട് പുറത്തു നിൽക്കുന്ന സുഭാഷിന്റെ അരികിലേക്ക് വന്ന് സുധീഷ് ചോദിക്കുന്നു, ഒറ്റയ്ക്കിരുന്ന് ആലോചിച്ചു കൂട്ടുന്നുണ്ടല്ലോ, എന്തു പറ്റി? അതെ, അച്ഛൻ ഫോട്ടോ കൊണ്ടുവന്ന് തൂക്കിയത് കണ്ടില്ലേ, എങ്ങനെയുണ്ട്? ആളിനെ പിരികേറ്റി ഫോട്ടോ ഫ്രെയിം ചെയ്യിപ്പിച്ചത് ഞാൻ തന്നെയാ. എന്തിനെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയുന്നു, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കല്യാണം ശരിക്കും നടന്നത് തന്നെയാ. അത് അവൾക്കും തോന്നിപ്പിക്കണം. അപ്പൊ പിന്നെ ഫോട്ടോ വെച്ച് തുടങ്ങാമെന്ന് കരുതി. ഒരു രേഖ പോലെ അത് എല്ലാ ദിവസവും കാണാമല്ലോ. സുഭാഷ് ചോദിക്കുന്നു, എടാ ആ കുട്ടി ഒരു പാവല്ലേ? അപ്പൊ സുധീഷ് ചോദിക്കാണ്, ഞാൻ പാവല്ലേ? സുഭാഷ് ഏട്ടാ, ആ ഫോട്ടോ എല്ലാ ദിവസവും കണ്ട് കണ്ട് അവക്ക് എന്നോടൊരിത് തോന്നട്ടെ ചേട്ടാ. പിന്നെ എന്നെ ഇഷ്ടപ്പെടാതിരിക്കാൻ മാത്രം ഞാൻ അത്ര കുഴപ്പക്കാരനൊന്നും അല്ലല്ലോ. ആണോ? സുഭാഷ് ഏട്ടാ, ഞാൻ ഒരുപാട് മാറി. സത്യം. ദേ സുഭാഷ് ഏട്ടാ, സുഭാഷ് ഏട്ടന് ഒരു കാര്യം അറിയും. ഞാനേ ജോലി ചെയ്തിരുന്ന സ്ഥലമില്ലേ, അവിടെ തന്നെ വീണ്ടും ജോലിക്ക് കയറി. അവരോട് പോയി സംസാരിച്ച് ഞാൻ എന്റെ ജോലി ഇങ്ങ് തിരികെ വാങ്ങിച്ചു. ഇത് കേട്ട് സുഭാഷ് സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോൾ സുധീഷ് പറയുന്നു, ഇപ്പൊ കാശിനൊരു വഴിയായില്ല. ഇനി അവളെ നന്നായി നോക്കണം സുഭാഷ് ഏട്ടാ. തോളിൽ കൈവച്ച് സുഭാഷ് പറയുന്നു, അതെ, നീ നന്നായിരുന്ന എനിക്ക് സന്തോഷം തന്നെയല്ലേ? സുധീഷ് പറയുന്നു, പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഞാൻ അവളുടെ വീട്ടിൽ ഡ്രൈവറായിട്ട് നിൽക്കുന്ന സമയത്ത് വായി തോന്നിയതെല്ലാം വെച്ച് കാച്ചിട്ടുണ്ട്. ചേട്ടൻ ആർക്കിടെക്ട്, ഹരീഷ് മെക്കാനിക്സ് ബാ, നികേഷ് ഫോറിനിലേക്ക് പോകുന്നു, അങ്ങനെയൊക്കെ. അന്ന് അതൊക്കെ ചുമ്മാ പറഞ്ഞതാ. അതിപ്പോ വലിയ കുരുക്കായി പോയി. എല്ലാം ഇപ്പോൾ അവൾക്ക് മനസ്സിലായല്ലോ. അല്ല, അത്ര കുഴപ്പമൊന്നുമില്ല. ഈ നികേഷുമായിട്ട് സംസാരിച്ചപ്പോഴേ ആ കാര്യം അങ്ങ് പൊളിഞ്ഞു. അവൻ നിധിയും കൊണ്ട് ഹരീഷിന്റെ വർക്ക്ഷോപ്പിലേക്ക് പോയി. അപ്പൊ അതും പൊളിഞ്ഞു. അത്രേ ഉള്ളൂ. എന്റെ അടുത്ത് വന്ന് നുണ പറഞ്ഞതിനെ പറ്റി ചോദിച്ചു. പക്ഷെ അവള് ദേഷ്യപ്പെട്ടൊന്നുമില്ല കേട്ടോ. ശരിയെന്ന് പറഞ്ഞ അങ്ങ് വിട്ടു കളഞ്ഞു. സുഭാഷ് പറയുന്നു, നീ വായെടുത്ത നുണയെ പറയുന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലായി. എടാ ഇതൊന്നും നല്ലതല്ല കേട്ടോ. സുധീഷ് പറയുന്നു,
അത് നമ്മള് മനസ്സിലാക്കുന്നതിന്റെ കുഴപ്പമാണേ. നേരെ മറിച്ചൊന്ന് ആലോചിച്ച് നോക്കി. നിന്നെ എനിക്ക് ഇഷ്ടമായി സുധീഷ്, നീ എന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല എന്നാണ് അവൾ ഉദ്ദേശിച്ചതെങ്കിലോ? അങ്ങനെയല്ലല്ലോ എന്ന് സുഭാഷ് പറയുമ്പോൾ സുധീഷ് പറയുന്നു, അങ്ങനെയാണെന്നേ നമ്മൾ വിചാരിക്കും. അപ്പോഴേ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാനൊരു ആത്മബലം കിട്ടും. അപ്പൊ നമുക്ക് നമ്മുടെ പ്രേമം ഇങ്ങനെ അങ്ങ് കൊണ്ടുപോകാൻ പറ്റും. എങ്ങനെയെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, അങ്ങനെ അവസാനം അവൾ ആ പ്രേമത്തെ മനസ്സിലാക്കി എന്നെ തിരിച്ച് സ്നേഹിക്കും. ആലോചിക്കുമ്പോൾ തന്നെ എന്തൊരു രസം. ഈ പ്രേമം തലയ്ക്ക് പിടിച്ച പിന്നെ എല്ലാം നല്ല രസമായിട്ട് തോന്നും. ദേ നോക്കൂ, ആകാശം എന്ത് ഭംഗിയാണല്ലേ ചേട്ടാ. ആ നക്ഷത്രം കണ്ടോ? അത് നിധിയുടെ കണ്ണുപോലെയുണ്ട്. അങ്ങനെ ഉമ്മ എന്ന് പറഞ്ഞ് സുധീഷ് സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോൾ പുഞ്ചിരിച്ച് സുധീഷിനെ തന്നെ നോക്കി നിൽക്കുകയാണ് സുഭാഷ്. പിന്നീട് കാണിക്കുന്നത് പുസ്തകം വായിച്ചുകൊണ്ട് ഹോളിലിരിക്കുകയാണ് നിധി. സുഭാഷ് അടുക്കളയിൽ ജോലികൾ ചെയ്യുന്നു. ഈ സമയം പിൻവശത്തെ വാതിലിലൂടെ അവിടേക്ക് വന്ന സുനന്ദ സുഭാഷ് ഏട്ടാന്ന് വിളിക്കുമ്പോൾ സുഭാഷ് പറയുന്നു, നീയോ വാ. നിധി പുഞ്ചിരിച്ച് ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. കരഞ്ഞുകൊണ്ട് സുനന്ദ അരികിലേക്ക് വരുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, നീ എന്തിനാ കരയുന്നത്? നീ കാര്യം പറ. നിന്നെ അമ്മായി അടിച്ചോ? എടി കാര്യം പറ, എന്ത് പറ്റിയതാ? സുഭാഷ് ഏട്ടാന്ന് വിളിച്ച് പൊട്ടിക്കരഞ്ഞ് സുനന്ദ സുഭാഷിനെ കെട്ടിപ്പിടിക്കുകയാണ്. ചേർത്ത് പിടിക്കാനാകാതെ വിഷമത്തോടുകൂടി സുഭാഷ് പറയുന്നു, നീ കാര്യം എന്താന്ന് വെച്ചാ പറ. കരച്ചിൽ കേട്ട് വാതിലിന്റെ അരികിലേക്ക് വരികയാണ് നിധി. പെണ്ണെ നീ കാര്യം പറയാന്ന് സുഭാഷ് പറയുമ്പോൾ സുനന്ദ പറയുന്നു, എനിക്ക് പറ്റില്ല സുഭാഷ് ഏട്ടാ. വീട്ടിൽ എന്നെ പെണ്ണ് കാണാൻ ഇന്ന് ആള് വരുമെന്ന് പറയുന്നു. എനിക്ക് വയ്യ അവരുടെ മുന്നിൽ പോയി നിൽക്കാൻ. സുഭാഷ് ഏട്ടനെ അല്ലാതെ എനിക്ക് വേറൊരാളെ ആലോചിക്കാൻ പോലും പറ്റുകയില്ല. അമ്മയുടെ അച്ഛന്റെ മുന്നിൽ എനിക്ക് സുഭാഷ് ഏട്ടന്റെ കാര്യം പറയാൻ പോലും പറ്റുന്നില്ല. ഇതെല്ലാം കേട്ട് സുഭാഷ് വിഷമത്തോടു കൂടി നിൽക്കുമ്പോൾ സുനന്ദ കരഞ്ഞുകൊണ്ട് സുഭാഷിനെ കെട്ടിപ്പിടിക്കുകയാണ്. ഈ സമയം സുനന്ദയുടെ അച്ഛനെയും കൂട്ടിക്കൊണ്ട് സുഭാഷിന്റെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ലളിത. ലളിത പറയുന്നു, അവളുടെ പോക്ക് നേരെയല്ല, പുറകിലൂടെ. വാ തന്നേട്ടാ, വേഗം വാ, അവളെ ഞാൻ ഇന്ന് തല്ലിക്കൊല്ലും. അങ്ങനെ ഒരു വടിയും എടുത്ത് ഇടിയെന്ന് വിളിച്ച് അടുക്കളയിലേക്ക് കയറി വരികയാണ് ലളിത. പിന്നാലെ സുനന്ദയുടെ അച്ഛനും വരുന്നു. നിധി ഞെട്ടി അവരെ നോക്കുകയാണ്. സുഭാഷും സുനന്ദയും ഞെട്ടി അവരെ നോക്കുമ്പോൾ സുഭാഷിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന സുനന്ദയെ കണ്ട് ലളിത ചോദിക്കുന്നു, എടി ഇവിടെ വന്ന് ഇവനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണോ നീ? നിനക്ക് നാണം ഉണ്ടോടി? അങ്ങനെ ലളിത സുനന്ദയെ തല്ലുകയാണ്. സുഭാഷ് ചോദിക്കുന്നു, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത് അമ്മായി? ലളിത ചോദിക്കുന്നു, എന്നെയും നിന്റെ അച്ഛനെയും നാണം കെടുത്താനാണോ നിന്റെ പരിപാടി? നിനക്ക് നാണോ മാനോ ഉണ്ടോ? മാറിന അങ്ങോട്ട്. ലളിത പറയുന്നു, തന്നേട്ടാ ചോദിക്ക്, ഇത് ആണുങ്ങൾ തമ്മിൽ തീർക്കേണ്ട കേസാ, ചോദിക്കങ്ങോട്ട്. സുഭാഷിന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് അച്ഛൻ ചോദിക്കുന്നു, എന്റെ മോളെ വിളിച്ചു വരുത്തി കേറി പിടിക്കുന്നോടാ നിന്നെ ഞാൻ പറഞ്ഞ് സുഭാഷിനെ തലങ്ങും വിലങ്ങും തല്ലുകയാണ് സുനന്ദയുടെ അച്ഛൻ. ഇത് കണ്ട് അമ്മയെന്ന് വിളിച്ച് തടയാനായി ശ്രമിക്കുകയാണ് സുനന്ദ. വാടി ഇവിടെന്ന് പറഞ്ഞ് സുനന്ദയെ പിടിച്ചു വലിച്ച് മാറ്റി നിർത്തുകയാണ് ലളിത. ഇത് കണ്ട് സുഭാഷിന്റെ അരികിലേക്ക് ഓടി വന്ന് സുനന്ദയുടെ അച്ഛനെ തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് നിധി പറയുന്നു, അയ്യോ സുഭാഷ് ഏട്ടാ മാറങ്ങോട്ട് വിട്. വിരൽ ചൂണ്ടി സുനന്ദയുടെ അച്ഛൻ ചോദിക്കുന്നു, എന്റെ മോളുടെ കല്യാണം മുടക്കാനായി നീ ഇത് മനഃപൂർവ്വം ചെയ്തതല്ലേ? നിധി പറയുന്നു, എന്തിനാ ഇപ്പം സുഭാഷ് ഏട്ടനെ അടിക്കുന്നത്? സുനന്ദ ഇപ്പം സുഭാഷ് ഏട്ടനെ തേടി വന്നത്, അല്ലാതെ സുഭാഷ് ഏട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ലളിത ചോദിക്കുന്നു, പിന്നെ ഞങ്ങൾ ഈ കണ്ണുകൊണ്ട് കണ്ടതോ? ഏട്ടാ അവന്റെ കാരണം നോക്കി 4 എണ്ണം കൂടി പൊട്ടിക്ക്. നിന്നെ ഞാൻ എന്ന് പറഞ്ഞ് സുനന്ദയുടെ അച്ഛൻ വീണ്ടും സുഭാഷിനെ തല്ലുമ്പോൾ അയ്യോ വേണ്ടാന്ന് പറഞ്ഞ് തടയാനായി ശ്രമിക്കുകയാണ് നിധിയും സുനന്ദയും. സുനന്ദ പറയുന്നു, നിർത്താനാ പറഞ്ഞത്, ഞാൻ അച്ഛൻ ഇങ്ങോട്ട് വന്നത്. ലളിത ചോദിക്കുന്നു, നീ വന്നെങ്കിൽ ഇവൻ അറിഞ്ഞൂടെ തിരിച്ചു പറഞ്ഞേക്ക്? ഇതവള് വെറുതെ പറയുന്നതാ. വീട്ടിൽ ആളില്ലാത്ത സമയത്ത് ഇവനെ ഇവളെ ഇങ്ങോട്ട് വിളിച്ചു കയറ്റിയത്. നീ എന്താടാ കരുതിയത്? ഒരുത്തിയെ ഏതോ വീട്ടിൽ നിന്ന് ചാടിച്ചോണ്ട് വന്നു, അതുപോലെ എന്റെ മോളെയും ചാടിച്ചോണ്ട് വരാനുള്ള പ്ലാൻ ആണോടാ? ആണെങ്കിൽ ഇത് നടക്കാൻ പോകുന്നില്ലടാ. ഇത് കേട്ട് സുനന്ദയുടെ അച്ഛൻ പറയുന്നു, അത് ശരി, അപ്പൊ അതാണ് പ്ലാൻ അല്ലേ? നിന്റെ ഞാനെന്ന് പറഞ്ഞ് വീണ്ടും അച്ഛൻ സുഭാഷിനെ തല്ലുകയാണ്. സുനന്ദ കരഞ്ഞുകൊണ്ട് പറയുന്നു, അമ്മ വിടാൻ പറയുമ്പോ മാറി നിക്കടി എന്ന് പറഞ്ഞ് നിധിയെ സുനന്ദയുടെ അച്ഛൻ പിടിച്ചു തള്ളുമ്പോൾ ദേഷ്യത്തോടു കൂടി മുന്നിലേക്ക് കയറി നിൽക്കുകയാണ് സുഭാഷ്. സുനന്ദയുടെ അച്ഛൻ സുഭാഷിനെ തല്ലുമ്പോൾ മാറെന്ന് പറഞ്ഞ് സുനന്ദയുടെ അച്ഛനെ പിടിച്ചു തള്ളുകയാണ് നിധി. സുഭാഷ് നിധിയുടെ കയ്യിലേക്ക് പിടിക്കുമ്പോൾ നിധി പറയുന്നു, നിങ്ങളുടെ മകളാ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞില്ലേ? സുനന്ദയുടെ അച്ഛൻ ചോദിക്കുന്നു, എന്താടി ഇത്? ഇവിടെ എന്താ നടക്കുന്നത്? എടി നിന്നെ വിശ്വസിച്ചല്ലേ ഞാൻ അന്യ നാട്ടിൽ കിടന്ന് ജോലി ചെയ്യുന്നത്, എന്നിട്ടും നമ്മുടെ മോൾ ഇവിടെ വരുന്നത് തടയാൻ നിനക്കാകുന്നില്ലേ? എടാ നീ നിന്റെ കുടുംബവുമായിട്ട് ഒരു ബന്ധവും വേണ്ടെന്ന് പറഞ്ഞ് ഒതുങ്ങി കഴിയുകയാണ് ഞാൻ. പിന്നെ എന്തിനാടാ എന്റെ മോള് നിന്റെ വീട്ടിലേക്ക് വരുന്നത്? എന്റെ മോക്ക് വേറെ കല്യാണം ആലോചിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോഴുള്ള പ്ലാൻ ആണോടാ ഇത്? മാനു മര്യാദയുള്ള ഒരു കുടുംബത്തിൽ നിന്നും നിനക്കൊരു പെണ്ണ് കിട്ടാൻ പോകുന്നില്ല എന്ന് മനസ്സിലായപ്പോ നീ എന്റെ മോളുടെ മനസ്സ് മാറ്റാൻ നോക്കിയല്ലേടാ? നിന്നെ ഞാൻ വിടില്ലടാന്ന് പറഞ്ഞ് സുനന്ദയുടെ അച്ഛൻ സുഭാഷിന്റെ നേരെ വരുമ്പോൾ തള്ളി മാറ്റിക്കൊണ്ട് നിധി പറയുന്നു, മാറ്, ഇനി തൊട്ടു പോകരുത്. വിരൽ ചൂണ്ടി സുനന്ദയുടെ അച്ഛൻ പറയുന്നു, എടാ നീ എന്റെ മോളുടെ നിഴല് പോലും കണ്ടുപോകരുത്. അങ്ങനെ ഉണ്ടായാൽ അന്ന് നിന്റെ അവസാനമായിരിക്കും. കൊണ്ടുപോടി ഇവളെ. നടക്കടി മൂദേവി അങ്ങോട്ടെന്ന് പറഞ്ഞ് സുനന്ദയെ പിടിച്ചു വലിച്ച അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ് ലളിത. സുനന്ദയുടെ അച്ഛൻ പറയുന്നു, നീ മനസ്സിൽ വെച്ചോ, നിന്നെ ഞാൻ കാണിച്ചു തരാം കേട്ടോടി. അങ്ങനെ സുനന്ദയുടെ അച്ഛൻ അവിടെ നിന്ന് പോകുമ്പോൾ നിധി ചോദിക്കുന്നു, എന്തിനാ സുഭാഷ് ഏട്ടാ ഇങ്ങനെ അടി വാങ്ങുന്നത്? ഉത്തരം പറ, എന്ത് കാര്യത്തിന് അടി മുഴുവൻ നിന്ന് കൊണ്ടത്? മോൾ അത് വിടുന്ന സുഭാഷ് പറയുമ്പോൾ നിധി പറയുന്നു, നടന്നത് എന്താണെന്ന് സുഭാഷ് ഏട്ടനും അറിയാം, എനിക്കും അറിയാം. എന്നിട്ടും അവര് പറയുന്നത് കേട്ട് ഒന്നും മിണ്ടാതെ നിന്ന് തല്ലുകൊള്ളുകയാണോ? സുഭാഷ് പറയുന്നു, മോളെ നീ അത് വിട്ടേര്. തുടർന്ന് റൂമിലേക്ക് വന്ന നിധി സുധീഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഡ്രൈവ് ചെയ്യുന്ന സുധീഷ്
പറയുന്നു, അയ്യോ ഇത് അത്ഭുതമാണല്ലോ, നമ്മുടെ ആളാണല്ലോ. ഫോൺ അറ്റൻഡ് ചെയ്ത് സുധീഷ് ചോദിക്കുന്നു, അയ്യോ എന്റെ ഫോണിലേക്ക് വിളിക്കാനൊക്കെ തുടങ്ങിയോ? എവിടെ ഉണ്ടെന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുന്നു, ഞാനിവിടെ അടുത്ത് തന്നെ ഉണ്ട്, എന്താ അങ്ങോട്ട് വരണോ? 10 മിനിറ്റിനുള്ളിൽ എത്താം. എന്താണ്, എന്നോട് എന്തെങ്കിലും സംസാരിക്കാനാണോ വിളിച്ചത്? നിധി പറയുന്നു, വണ്ടി ഓടിക്കുകയാണെങ്കിൽ ഒന്ന് സൈഡാക്ക്. സുധീഷ് പറയുന്നു, സൈഡാക്കി? അല്ല, ഇയാളുടെ ശബ്ദം എന്താ വല്ലാതിരിക്കുന്നത്? എന്തേലും അസുഖമുണ്ടോ? എന്തു പറ്റിയിടോ? നിധി പറയുന്നു, ഇവിടെ ആകെ പ്രശ്നമായിരിക്കുക. സുധീഷ് ചോദിക്കുന്നു, പ്രശ്നമോ? ഇയാളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നോ? നിധി പറയുന്നു, എന്റെ വീട്ടിൽ നിന്ന് ആരും വന്നില്ല, കുറച്ചു മുന്നേ സുനന്ദ വന്നിരുന്നു. അങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം സുധീഷിനോട് പറയുകയാണ് നിധി. ഞെട്ടിയെ സുധീഷ് ചോദിക്കുന്നു, അയാള് ചേട്ടനെ അടിച്ചു എന്നോ? നിധി പറയുന്നു, അതെ അടിച്ചു, എനിക്ക് കണ്ടിട്ട് സഹിക്കാൻ കഴിഞ്ഞില്ല, അതാ വിളിച്ചേ. സുധീഷ് പറയുന്നു, നിധി ഇയാള് ഫോൺ വെച്ചോ, ഞാൻ ദേ വരുന്നു. അങ്ങനെ ഫോൺ കട്ട് ചെയ്ത് സുധീഷ് ഹരീഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. എല്ലാം കേട്ട് ദേഷ്യത്തോടു കൂടി ഹരീഷ് ചോദിക്കുന്നു, തല്ലിന്നോ? സുധീഷ് പറയുന്നു, അതെടാ നിധി എന്നെ ഇപ്പൊ വിളിച്ചത്. സുധീഷ് ചേട്ടൻ എന്താ ഈ പറയുന്നതെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയുന്നു, എടാ ആ സുനന്ദ സുഭാഷ് ചേട്ടനെ കാണാൻ വേണ്ടി വീട്ടിൽ വന്നായിരുന്നു അത്രേ, അത് അയാൾക്ക് ഇഷ്ടമായില്ല അത്രേ. എടാ ഞാൻ ഇപ്പൊ വീട്ടിലെത്തും, നീ വേഗം വന്നേക്കണം. ഹരീഷ് പറയുന്നു, ദാ എത്തി. തുടർന്ന് ജോലിക്ക് പോകാനായി ഇറങ്ങുന്ന സുഭാഷിന്റെ അരികിലേക്ക് വന്ന് നിധി ചോദിക്കുന്നു, സുഭാഷ് ചേട്ടൻ എങ്ങോട്ടാ? ഞാൻ ഇറങ്ങുവാ മോളേന്ന് സുഭാഷ് പറയുമ്പോൾ നിധി ചോദിക്കാണ്, ജോലിക്കോ? ഇന്ന് പോണോ മോളേന്ന് സുഭാഷ് പറയുമ്പോൾ നിധി ചോദിക്കുന്നു, സുഭാഷ് ചേട്ടൻ ഓക്കെ ആണോ? സുഭാഷ് പറയുകയാണ്, ഞാൻ ഓക്കെയാ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. നിധി ചോദിക്കുന്നു, ഡോക്ടർ അടുത്തേക്ക് പോണോ? സുഭാഷ് പറയുന്നു, വേണ്ട, അതിന്റെ ഒന്നും ആവശ്യമില്ല. നിധി പറയുന്നു, എനിക്ക് എന്തോ പോലെ തോന്നുന്നു. അപ്പൊ സുഭാഷ് പറയുകയാണ്, മോള് വിഷമിക്കുകയൊന്നും വേണ്ട, എന്തൊക്കെയായാലും സ്വന്തക്കാരല്ലേ മോളെ, തെറ്റിദ്ധരിച്ചുണ്ടായതല്ലേ, സാരമില്ല വിട്ടേക്ക്. പിന്നെ ഇത് വേറെ ആരോടും പറയാൻ നിൽക്കണ്ട, പിള്ളേർ ഇറങ്ങിയാ പിന്നെ അത് മതി. എന്തായാലും ഞാൻ ഇറങ്ങുവാ മോളെ, മോള് പേടിക്കുകയൊന്നും വേണ്ട, അവരെന്തായാലും മോളെ ഒന്നും ചെയ്യില്ല. വാതിലടച്ചിരുന്നാ മതി, ദേഷ്യം മുഴുവൻ എന്നോടെ കാണിക്കൂ. ഞാൻ വരട്ടെ എന്ന് പറഞ്ഞ് സുഭാഷ് അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ കാറിൽ അവിടേക്ക് വരികയാണ് സുധീഷ്. പിന്നാലെ ബൈക്കിൽ ഹരീഷും വരുന്നു. അരികിലേക്ക് വന്ന് ഹരീഷ് ചോദിക്കുന്നു, എന്താ ഉണ്ടായത് സുഭാഷ് ഏട്ടാ? സുധീഷ് ചോദിക്കുകയാണ്, സുഭാഷ് ഏട്ടനെ അയാൾ അടിച്ചോന്ന് പറ സുഭാഷ് ഏട്ടാ. സുഭാഷ് തിരിഞ്ഞ് നിധിയെ നോക്കുമ്പോൾ നിധി പറയുന്നു, സുധീഷിനോട് ഞാനാ പറഞ്ഞു. എന്തിനാ മോളെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഹരീഷ് പറയുകയാണ്, എത്ര ധൈര്യം ഉണ്ടായിട്ട് വേണം അയാള്? സുഭാഷ് പറയുന്നു, എടാ അതങ്ങ് വിട്ടേര്, അവര് തെറ്റിദ്ധരിച്ചുണ്ടായതാ. നിധി പറയുന്നു, സുഭാഷ് ഏട്ടന്റെ കയ്യിൽ ഒരു തെറ്റുമില്ല, സുനന്ദ ഇങ്ങോട്ട് വന്നത്. സുഭാഷ് ഏട്ടൻ വിളിച്ചിട്ടാ സുനന്ദ വന്നേന്ന് പറഞ്ഞ് അവളുടെ അച്ഛൻ സുഭാഷ് ഏട്ടനെ തല്ലുകയായിരുന്നു. ഹരീഷ് പറയുന്നു, കുറ്റം സുഭാഷ് ഏട്ടനും, ചോദിക്കാനും പറയാനോ ആളില്ലാന്ന് കരുതി. സുധീഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടൻ വന്നേ, ഇന്ന് തന്നെ നമുക്കത് ചോദിക്കാം. വേണ്ട, അതൊന്നും ശരിയാകില്ല എന്ന് സുഭാഷ് പറയുമ്പോൾ ഹരീഷ് പറയുന്നു, ഒക്കെ ശരിയാകും, ചോദിക്കാനും പറയാനോ ആരും ഇല്ലാത്തവല്ലടാ നമ്മള്. സുധീഷ് പറയുന്നു, നമ്മൾ മിണ്ടാതിരിക്കുന്നത് കൊണ്ട് അവരിങ്ങോട്ട് കയറി വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഹരീഷ് പറയുന്നു, അതെ, ഇനി അത് നടക്കില്ലെന്ന് കാണിച്ചു കൊടുക്കണം. സുഭാഷ് പറയുന്നു, എടാ നീ പറയുന്നതൊന്ന് കേൾക്ക്, അതിന്റെ ഒന്നും ആവശ്യമില്ല. സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ വരാൻ പറഞ്ഞാൽ അങ്ങ് വന്നാ മതി. സുഭാഷ് ഏട്ടൻ വന്നേ, ഞാൻ പറയുന്നതൊന്ന് കേൾക്കുന്ന സുഭാഷ് പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, ഒന്നും കേൾക്കുന്നില്ല, വന്നാ മതി. അങ്ങനെ സുഭാഷിനെയും കൂടി സുനന്ദയുടെ വീട്ടിലേക്ക് പോവുകയാണ് ഹരീഷും നികേഷും. നിധി ടെൻഷനോട് കൂടി നിൽക്കുന്നു. തുടർന്ന് ലളിത പറയുന്നു, നിന്നോട് ചോദിച്ചത് കേട്ടില്ലേ, നീ എന്തിനാ അങ്ങോട്ട് പോയതെന്ന്? സുനന്ദയുടെ അച്ഛൻ പറയുന്നു, എടി ലളിതേ, ഇവൾ ആ വീട്ടിലേക്ക് പോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലെന്നല്ലേ നീ പറയാറ്? എടി നിന്നെ വിശ്വസിച്ചല്ലേ ഞാൻ ഇരുന്നത്, ഇങ്ങനാണോടി നീ ഇവളെ വളർത്തിയത്? ലളിത പറയുന്നു, ഇവളെന്താ ഇള്ളാക്കുട്ടിയാണോ, എവിടെ പോകുമ്പോഴും തോളത്ത് കരികൊണ്ട് നടക്കാൻ? ഒരു നേരം കിട്ടിയാൽ അവൾക്ക് അവിടേക്ക് പോകാനുള്ള ജ്വരമോ? ഞാൻ എന്ത് ചെയ്യാനാ, കുറെ തല്ലി നോക്കി, എന്നിട്ടും ഫലമില്ലെന്ന് വന്നാൽ? അച്ഛൻ പറയുന്നു, വീട്ടിൽ കാരണവസ്ഥാനത്ത് അളിയനുള്ളതല്ല, എന്നിട്ടും അളിയൻ ഇതൊന്നും അറിയാതെയാണ് ആ വീട് ഒഴിപ്പിച്ചെടുക്കാൻ നോക്കിയിട്ട് നാളെത്രയായി, ഇതുവരെ നടന്നില്ലല്ലോ. ഗംഗാധരൻ പറയുന്നു, കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കും, സിവിൽ അല്ലേ, അത് അധികം പെട്ടെന്നൊന്നും തീരില്ല. സുനന്ദരച്ചൻ പറയുന്നു, കാരണത്തിന് പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു കുറവില്ലല്ലോ, നിങ്ങളെ രണ്ടുപേരും ഇങ്ങനെ അഴിച്ചു വിടുന്നത് കൊണ്ട് ഇവൾ അവിടേക്ക് പോകുന്നത് തന്നെ. എടി ഇവരെ രണ്ടുപേരെയും പറ്റിക്കുന്നത് പോലെ എന്നോട് കാണിക്കാമെന്നാ നീ വിചാരിക്കണ്ട, ഞാൻ കാണിച്ചു തരുന്ന പയ്യനെ കിട്ടി അടങ്ങി ഒതുങ്ങി ജീവിച്ചോണം. ഇനി നിന്റെ കല്യാണം കഴിയുന്നത് വരെ നീ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല. എന്റെ വാക്ക് ധിക്കരിച്ചെങ്കാണ് നീ പോയാൽ എനിക്ക് ഇങ്ങനെ ഒരു മോളില്ലാന്ന് ഞാൻ വിചാരിക്കും. പക്ഷെ സമാധാനത്തോടെ അവന്റെ കൂടെ കഴിയാമെന്നൊന്നും നീ വിചാരിക്കണ്ട, കേട്ടല്ലോ. മോക്ക് നല്ല ബുദ്ധി ഓതി കൊടുത്താൽ നിനക്ക് കൊള്ളാം, ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട, മാറ്. അങ്ങനെ സുനന്ദയുടെ അച്ഛൻ അവിടെ നിന്ന് പോകുമ്പോൾ ലളിത പറയുകയാണ്, കേട്ടലോടി, നിനക്ക് വേണ്ടി അന്യ നാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്ന ആ മനുഷ്യൻ പറയുന്നത് കേട്ടില്ലേ, നിന്നെ നല്ലൊരാളുടെ കയ്യിൽ പിടിച്ചേൽപ്പിക്കാനാ ആ മനുഷ്യൻ കിടന്ന് ഈ പെടാപ്പാട് മുഴുവൻ പെടുന്നത്. അങ്ങേരെ നാണം കെടുത്താനാണ് നിന്റെ പരിപാടിയെങ്കിൽ എന്റെ തനി സ്വഭാവം നീ അറിയും. ഗംഗാധരൻ പറയുന്നു, മതി നീ നിർത്ത്. അതെ, ആ ചെറുക്കന്റെ വീട്ടുകാര് കുറച്ചു കഴിയുമ്പോൾ ഇങ്ങോട്ട് വരും, അവളോട് ഒരുങ്ങാൻ പറ. അവര് വരുമ്പോഴേ ഇങ്ങനെ കരങ്ങി വീർത്ത മുഖവുമായിട്ട് കാണാൻ നിൽക്കണ്ട. അങ്ങനെ ഗംഗാധരൻ അവിടെ നിന്ന് പോകുമ്പോൾ ലളിത പറയുന്നു, എടി ചെന്ന് മുഖം കഴുകി തയ്യാറാകാൻ നോക്കടി, ഇങ്ങനെ വീർത്ത മുഖവുമായിട്ട് ചെന്ന് നിന്നാലേ നിന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. സാരി എടുത്തു വെച്ചിട്ടുണ്ട്, പോയി അത് എടുത്തുടുത്ത് നിൽക്ക്. അവളുടെ ഒരു പൂങ്കണ്ണീര്. അങ്ങനെ ലളിത അവിടെ നിന്ന് പോകുമ്പോൾ പൊട്ടിക്കരയുകയാണ് സുനന്ദ. തുടർന്ന് സുഭാഷിനെയും കൂട്ടി സുനന്ദയുടെ വീട്ടിലേക്ക് വരികയാണ് സുധീഷും ഹരീഷും. സുഭാഷ് അവരെ തടയാൻ ശ്രമിക്കുന്നുവെങ്കിലും കൈ തട്ടി മാറ്റി കോളിംഗ് ബെൽ അടിച്ച് സുധീഷ് ചോദിക്കുന്നു, ആരുമില്ല ഇവിടെ, പുറത്തോട്ടിരുന്ന് ഇറങ്ങി വരണം. എടാന്ന് സുഭാഷ് വിളിക്കുമ്പോൾ ഹരീഷ് പറയുന്നു, ചേട്ടനൊന്നും മിണ്ടാതെ നിന്നേ. സുനന്ദ ടെൻഷനോട് കൂടി പുറത്തേക്ക് ശ്രദ്ധിക്കുകയാണ്. എടോ ഇറങ്ങി വാടോന്ന് സുധീഷ് പറയുമ്പോൾ ലളിത പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. സുധീഷ് പറയുന്നു, വാ വാ. എവിടെ? ലളിത പറയുന്നു, ചേട്ടാ ഒന്നിങ്ങി വന്നേ. സുനന്ദയുടെ അച്ഛനും ഗംഗാധരനും പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. സുനന്ദയുടെ അച്ഛൻ ചോദിക്കുന്നു, എന്താടാ? സുധീഷ് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാ സുഭാഷ് ഏട്ടനെ തല്ലിയത്? സുനന്ദയും അവിടേക്ക് വരികയാണ്.
ചോദിക്കുകയാണ്. സുനന്ദയുടെ അച്ഛൻ ചോദിക്കുന്നു, അനിയന്മാര് ചേട്ടന് വേണ്ടിയിട്ട് ചോദിക്കാൻ വന്നിരിക്കുകയാണോ? ലളിത സുനന്ദയോട് പറയുന്നു, അകത്ത് കൂടി. സുനന്ദയുടെ അച്ഛൻ പറയുന്നു, എന്തിനാ തല്ലിയെന്നല്ലേ അറിയേണ്ടത്, അത് നിങ്ങളുടെ ചേട്ടനോട് ചോദിച്ചാൽ മനസ്സിലാക്കും. നിന്നോട് പോകാനല്ലേ പറഞ്ഞെന്ന് പറഞ്ഞ് സുനന്ദയെ അകത്തേക്ക് പിടിച്ചു തള്ളുകയാണ് ലളിത. സുനന്ദയുടെ അച്ഛൻ പറയുന്നു, പറഞ്ഞു കൊടുക്കടാ, എന്റെ മോളെ നീ എന്താ ചെയ്തെന്ന്. എന്റെ മോളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കെട്ടിപ്പിടിച്ചു നിൽക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? അടിക്കാതെ ഉമ്മ കൊടുക്കണോ? സുധീഷ് പറയുന്നു, ഞങ്ങളുടെ ചേട്ടനെ ഇവിടെ വന്നിട്ടൊന്നും അല്ലല്ലോ കെട്ടിപ്പിടിച്ചത്, നിങ്ങളുടെ മകൾ അങ്ങോട്ടല്ലേ വന്നത്. ഹരീഷ് പറയുന്നു, സുധീഷേട്ടാ, നമ്മൾ വന്നത് ന്യായം ചോദിക്കാനല്ലല്ലോ, അവര് ചെയ്തതിനുള്ള മറുപടി കൊടുക്കാനല്ലേ. കിട്ടിയതാദ്യം തിരിച്ചു കൊടുക്ക് സുഭാഷേട്ടാ, എന്നിട്ട് മതി സംസാരം. സുധീഷ് പറയുന്നു, സുഭാഷേട്ടാ പൊട്ടിക്ക്, അടിക്ക്. സുഭാഷ് പറയുന്നു, നീ എന്താടാ ഈ പറയുന്നത്? അതൊന്നും വേണ്ട. ഹരീഷ് പറയുകയാണ്, മിണ്ടാതെ കിട്ടിയത് തിരിച്ചു കൊടുക്ക് സുഭാഷേട്ടാ. സുഭാഷ് ചോദിക്കുന്നു, എടാ വേണ്ട, വെറുതെ എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത്? സുധീഷ് പറയുന്നു, സുഭാഷേട്ടാ, പ്രശ്നം ഉണ്ടാക്കാൻ വന്നത് ഇയാളല്ലേ, നമ്മളൊന്നും അല്ലല്ലോ. ദേ ഇയാളുടെ മകൾ അങ്ങോട്ടേക്കാ വന്നത്, വരണമെന്ന് പറഞ്ഞിട്ട് അനുസരിക്കാതെ വലിഞ്ഞു കയറി വന്നിട്ട് അതിനോടുള്ള ശിക്ഷ സുഭാഷേട്ടൻ അനുഭവിക്കണമെന്നാ? ഹരീഷ് പറയുന്നു, ഇവരോട് സംസാരിച്ചു നിൽക്കാതെ കൊടുക്കാനുള്ളത് കൊടുത്തിട്ട് വാ സുഭാഷേട്ടാ. അടിക്കാൻ ചേട്ടനോടല്ലേ അടിക്കാൻ പറഞ്ഞത്? ഉച്ചത്തോടു കൂടി ചിരിച്ച് സുനന്ദയുടെ അച്ഛൻ ചോദിക്കുന്നു, നിങ്ങൾ പറഞ്ഞത് കേട്ട് ഇവൻ എന്നെ അടിക്കുവോ? അതിനുള്ള ധൈര്യം ഉണ്ടോ ഇവന്? എന്നാലൊന്ന് കാണണമല്ലോ. അടിക്കടാ, ആണാണെങ്കിൽ നീ എന്നെ അടിക്കടാ. എന്താടാ നിനക്ക് വയ്യേ? അടിക്കടാ. എടാ ആണാണെങ്കിൽ അടിക്കാൻ. അങ്ങനെ അയാൾ സുഭാഷിനെ പിടിച്ചു തള്ളുമ്പോൾ ദേഷ്യത്തോടു കൂടി ഇടോന്ന് വിളിച്ച് ഹരീഷ് സുനന്ദയുടെ അച്ഛന്റെ കരണം പകച്ചടിക്കുകയാണ്. സുധീഷും ഹരീഷും കൂടി സുനന്ദയുടെ അച്ഛനെ തല്ലി ചതയ്ക്കുകയാണ്. അയ്യോ എടാ നിർത്തടാന്ന് പറഞ്ഞ് ലളിതയും ഗംഗാധരനും ബഹളം വെക്കുകയാണ്. ഹരീഷ് സുധീഷെ വിടെന്ന് പറഞ്ഞ് സുഭാഷ് അവരെ പിടിച്ചു മാറ്റുകയാണ്. നിർത്ത്, മതി. സുധീഷ് പറയുന്നു, ദേ ഇത്രയും കാലം നിങ്ങൾ എന്ത് ചെയ്താലും സുഭാഷേട്ടൻ പറയുന്നത് കേട്ട് ഞങ്ങൾ മിണ്ടാതിരുന്നു, ഇനി അത് നടക്കൂല. ഇനി മേലിൽ ആ വീടിന്റെ പരിസരത്തെങ്ങാനും ഇവിടുന്ന് ആരെങ്കിലും വന്നാൽ. സുഭാഷ് പറയുന്നു, എടാ മതി, വേണ്ട വാ. സുധീഷ് പറയുന്നു, ഞങ്ങൾ വന്നോളാം. ദേ നിങ്ങളുടെ മോളെങ്ങാനും ഇനി ആ പരിസരത്ത് വന്നാൽ അടി കിട്ടുന്നത് നിങ്ങൾക്കായിരിക്കും, അത് മറക്കണ്ട. സുഭാഷ് പറയുന്നു, വാടാ സുധീഷെ, മതി മതി. അങ്ങനെ സുഭാഷ് സുധീഷിനെയും ഹരീഷിനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. തിരിഞ്ഞു വന്ന് ദേഷ്യത്തോടുകൂടി സുനന്ദയുടെ അച്ഛന്റെ കാരണം ചടിക്കുകയാണ് ഹരീഷ്. എന്റെ അളിയനെ അടിക്കൂടാ നീ എന്ന് ഗംഗാധരൻ ചോദിക്കുമ്പോൾ ഹരീഷ് പറയുന്നു, ഇതേ സുധീഷേട്ടൻ പറഞ്ഞത് മറക്കാതിരിക്കാനാ, വാ ഏട്ടാ. അങ്ങനെ ഹരീഷ് സുഭാഷിനെയും സുധീഷിനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് അവര് വരുന്നതും കാത്ത് ടെൻഷനോട് കൂടി നിൽക്കുകയാണ് നിധിയും നികേഷും. ഭാസ്കരനും കുറച്ച് അപ്പുറത്തായി ഇരിപ്പുണ്ട്. വീട്ടിലേക്ക് നടന്നു വരുന്ന സുഭാഷ് ചോദിക്കുന്നു, എടാ മിണ്ടിയാൽ അടിയല്ലാതെ വേറൊന്നുമില്ലേ നിങ്ങൾക്ക്? എന്തിനാ അയാളെ കയറി അടിക്കാൻ പോയത്? ഇനി അത് വേറെ പ്രശ്നമാകും. ഹരീഷ് പറയുന്നു, ഒന്ന് മിണ്ടാതിരിക്കും സുഭാഷ് ഏട്ടാ, ഇതുപോലെ അവര് വിചാരിച്ചോ? ഇല്ലല്ലോ, ഒരു തെറ്റും ചെയ്യാണ്ട് വന്ന് തല്ലിയാൽ അതുകൊണ്ട് മിണ്ടാണ്ടിരിക്കുകയാണോ വേണ്ടത്? സുധീഷ് പറയുന്നു, അതെ സുഭാഷ് ഏട്ടാ, നമ്മൾ ചെയ്തത് തെറ്റൊന്നും അല്ല, കൊടുത്തടിയെ കുറഞ്ഞു പോയെന്നേ എനിക്കുള്ളൂ, ശരിക്കും പറഞ്ഞാൽ എനിക്ക് കലി അടങ്ങിയിട്ടില്ല. സുഭാഷ് പറയുന്നു, എടാ നീ ഒന്ന് അടങ്ങ്. സുഭാഷ് ഏട്ടാന്ന് വിളിച്ച് അരികിലേക്ക് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് നികേഷ്. എന്തിനാ അവര് സുഭാഷ് ഏട്ടനെ അടിച്ചതെന്ന് നികേഷ് ചോദിക്കുമ്പോൾ സുഭാഷ് പറയുന്നു, അതൊന്നും ഇല്ലടാ, ദേ ഇവരോടൊന്നും പറയണ്ടെന്ന് ഞാൻ പറയാനുള്ള കാരണം ഇതാണ് നിധി. ഇപ്പൊ കണ്ടില്ലേ, ഇവന്മാർ രണ്ടുപേരും കൂടി അവിടെ പോയി അടിയുണ്ടാക്കി, ഇനിയിപ്പം അതൊരു പ്രശ്നമാകും. ഇതറിയാവുന്നത് കൊണ്ടാ ഞാനൊന്നും മിണ്ടാതിരുന്നത്. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി ഇരിക്കുകയാണ് ഭാസ്കരൻ. നികേഷ് പറയുന്നു, സുധീഷേട്ടാ ഹരീഷേട്ടാ, നിങ്ങൾ തിരിച്ചടിച്ചില്ലേ, അത് തന്നെയാ കറക്റ്റ്. സുധീഷ് പറയുന്നു, അതൊക്കെ നല്ല വേണ്ടതുപോലെ കൊടുത്തിട്ടുണ്ടടാ, അടിച്ചു അവരെന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, അല്ലാതെ പിന്നെ സുഭാഷ് ഏട്ടനെ വന്ന് തല്ലിയതിന് കൈയും കൊടുത്ത് തിരിച്ചു വരണോ? നല്ല ഇടി തിരിച്ചു കിട്ടുമെന്ന് അറിഞ്ഞാലേ അവരൊക്കെ ഒന്ന് പേടിക്കുകയുള്ളൂ. സുഭാഷ് പറയുന്നു, കണ്ടില്ലേ, ഇനി ഇത് ഇവിടെ അവസാനിക്കുമെന്ന് തോന്നുന്നുണ്ടോ? നിധി പറയുന്നു, അതിന് തുടങ്ങി വെച്ചത് സുഭാഷ് ഏട്ടനല്ലല്ലോ, ആ സുനന്ദ ഇങ്ങോട്ടല്ലേ കയറി വന്നത്, അതിന് സുഭാഷ് ഏട്ടൻ എന്തിനാ ഇടി കൊള്ളണം? ഹരീഷ് പറയുന്നു, ആ പെണ്ണിനെ വിശ്വസിക്കാൻ പറ്റില്ലെന്ന് ഞാൻ പറയാറുള്ളതാ. സുഭാഷ് പറയുന്നു, എടാ അതൊരു പാവം പെണ്ണ, അച്ഛനും അമ്മയും പറഞ്ഞാ പിന്നെ അതെന്ത് ചെയ്യും? ഹരീഷ് പറയുന്നു, അത് തന്നെയാ പ്രശ്നം, ഒന്നുകിൽ അവിടെ നിൽക്കണം അല്ലെങ്കിൽ ഇവിടെ നിൽക്കണം, ഇങ്ങനെ രണ്ടു വഞ്ചിയിൽ കാല് കുത്തുന്നത് കൊണ്ട് ഈ പ്രശ്നമാകുന്നത്. ഈ പ്രശ്നം മൊത്തം ഉണ്ടാക്കിയതേ ആ സുനന്ദ ഒറ്റയൊരുത്തിയാ, എന്നിട്ടിപ്പോൾ കുറ്റം മുഴുവൻ ചേട്ടന്റെ തലയിലായില്ലേ? സുഭാഷ് ഏട്ടാ, ഇനി അവളെ ഈ പടിക്കകത്ത് കയറ്റരുത്. സുഭാഷ് ഏട്ടന് അവര് പാവമാണെന്ന് പറയും, എന്നാൽ അവരങ്ങനെ പറയാറുണ്ടോ? ഇല്ലല്ലോ. ഭാസ്കരൻ പറയുന്നു, എടാ ആ പേർഷ്യക്കാരൻ ആ പരട്ട വന്ന് തള്ളിയപ്പോൾ ഇവൻ ഒന്നും മിണ്ടാതെ നിന്നില്ലേ, അതാണെടാ നാണക്കേട്. ഓ ഇവൻ വലിയ യേശുക്രിസ്തു ആണല്ലോ, അതിനു പകരം നിങ്ങൾ പോയി അവനെ തല്ലിയിട്ട് തിരിച്ചു വന്നു. എടാ ആണുങ്ങളായാൽ തിരിച്ചു തല്ലാൻ അനിയന്മാരെ വിടുകയല്ല വേണ്ട, കൈയോട് കൊടുക്കാനുള്ളത് കൊടുത്തങ്ങ് അവസാനിപ്പിക്കണം. ഈ സമയം ഒരു പോലീസ് ജീപ്പും ഓട്ടോയും അവിടേക്ക് വരികയാണ്. എല്ലാവരും അവിടേക്ക് ശ്രദ്ധിക്കുന്നു. നികേഷ് പറയുന്നു, ഇതെന്താ പോലീസോ? പോലീസുകാരെയും കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ് സുനന്ദയുടെ അച്ഛനും ഗംഗാധരനും ലളിതയും. സുനന്ദയുടെ അച്ഛൻ പറയുന്നു, ദാ സാറേ അവനാ. ലളിത പറയുന്നു, ഈ 4 പേരെയും അറസ്റ്റ് ചെയ്യണം സാറേ. പോലീസ് ഓഫീസർ ചോദിക്കുന്നു, ഇതിൽ ആരാ സുഭാഷ്? സുഭാഷ് ചോദിക്കണേ, എന്താ സാറേ പ്രശ്നമെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ പോലീസ് ഓഫീസർ ചോദിക്കുന്നു, നീയാണോ സുഭാഷ്? സുധീഷ് പറയുന്നു, അല്ല ഞാൻ അനിയനാ സുധീഷ്. പോലീസ് ഓഫീസർ പറയുന്നു, അപ്പൊ നീ അങ്ങോട്ട് മാറി നിൽക്കും, നീയാണോ സുഭാഷ്? അതേന്ന് സുഭാഷ് പറയുമ്പോൾ പോലീസ് ഓഫീസർ പറയുന്നു, നിന്റെ പേരിൽ ഒരു പരാതി ഉണ്ടല്ലോ. എന്താ സർ പരാതി എന്ന് നിധി ചോദിക്കുമ്പോൾ ഓഫീസർ പറയുന്നു, ഇവരുടെ മകൾ സുനന്ദയെ ഇയാള് ശാരീരികമായും മാനസികമായും അപമാനിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് ഇവരൊരു പരാതി തന്നിട്ടുണ്ട്. ഇത് കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുമ്പോൾ നിധി പറയുന്നു, സർ അത് നുണയാണ്, സുഭാഷ് ചേട്ടൻ അങ്ങനെയൊന്നും പെരുമാറിയിട്ടില്ല. ഹരീഷ് പറയുന്നു, സർ ഞങ്ങളുടെ ചേട്ടൻ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല, ഇത് വ്യാജ പരാതിയാ. ഓഫീസർ പറയുന്നു, അത് ഞങ്ങൾ അന്വേഷിച്ചോളാം, ഇപ്പൊ തൽക്കാലം നീ വന്ന് ജീപ്പിൽ കയറ്. സുധീഷ് പറയുന്നു, സാറേ ആരെങ്കിലും ഒരു കള്ളപ്പരാതി തന്നു കഴിഞ്ഞാൽ
അതെന്താണ് ഏതാണെന്നൊന്നും അന്വേഷിക്കാതെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണോ ചെയ്യുക? ഹരീഷ് പറയുന്നു, സുഭാഷ് ഏട്ടനെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല സാറേ. ഓഫീസർ ചോദിക്കുന്നു, പറ്റില്ലെന്നോ? ഞാൻ നിങ്ങളുടെ പെർമിഷൻ വാങ്ങാൻ വന്നതാണെന്ന് കരുതിയോടാ ഒരു പെണ്ണിനെ അപമാനിക്കാൻ ശ്രമിച്ചത്? വകുപ്പ് എന്താണെന്ന് അറിയോടാ? മര്യാദയ്ക്ക് വന്ന് വണ്ടി കയറ്. അത് നടക്കില്ല സാറേ എന്ന് ഹരീഷ് പറയുമ്പോൾ ഓഫീസർ പറയുന്നു, എടാ മോനെ, നിന്റെ ചേട്ടനെ മാത്രമല്ല നിങ്ങൾ 4 പേരെ ഒരുമിച്ച് ഞാൻ കൊണ്ടുപോകാൻ പോകുന്നത്. വണ്ടി കയറടാ. ഇവരുടെ മകളെ ഒരുത്തൻ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു. അത് ചോദ്യം ചെയ്തതിന് നിങ്ങൾ അനിയന്മാരെല്ലാരും കൂടി അയാളെ തല്ലി ചതയ്ക്കുന്നു. നീയൊക്കെ എന്താണ് വിചാരിച്ചത്? നടക്ക്. 4 പേരെയും ഞാൻ ശരിക്കൊന്ന് കാണുന്നുണ്ട്. ലളിത പറയുന്നു, സാറേ ഇനി ഒരു പെൺകുട്ടിയോടും ഇവരിത് ചെയ്യാൻ പാടില്ല. അതുപോലെ തല്ലി ചതയ്ക്കണം എല്ലാത്തിനെയും. ഗംഗാധരൻ പറയുന്നു, സാറേ ഇവരെപ്പോഴും ഇങ്ങനെയാ സാറേ. അന്ന് ഇവന്റെ അച്ഛൻ എന്റെ തല തല്ലി പൊളിച്ചു. ഇന്ന് മകൻ ഞങ്ങളുടെ കുട്ടിയെ അപമാനിക്കാൻ ശ്രമിച്ചു. അത് ചോദിച്ചതിന് ഞങ്ങളെ തല്ലി ചതച്ചു. ഇവരുള്ളിടത്തോളം കാലം ഞങ്ങളുടെ കുടുംബത്തിന് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല സാറേ. സാറേ ഇനി ഇവര് പുറം ലോകം കാണരുത്. അതിനുള്ള എല്ലാ വകുപ്പുകളും ചേർത്ത് സാർ അവരെ ഉള്ളിൽ തള്ളണം. നിധി പറയുന്നു, സാർ നികേഷ് പഠിക്കുന്ന കുട്ടിയാ. അവൻ ഇതുമായിട്ട് ഒരു ബന്ധമില്ല. ഓഫീസർ പറയുന്നു, പരാതിയിൽ അവന്റെയും കൂടി പേരുള്ളത് കൊണ്ട് അറസ്റ്റ് ചെയ്തേ പറ്റൂ. നികേഷ് സുഭാഷ് ഏട്ടാന്ന് വിളിക്കുമ്പോൾ ഓഫീസർ പറയുന്നു, നോക്കി നിൽക്കാതെ പിടിച്ചു കയറ്റടാ എല്ലാത്തിനെയും. സുഭാഷ് പറയുന്നു, സാർ ഞങ്ങൾ ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിധി ചോദിക്കുന്നു, സാർ ആ പെൺകുട്ടിയുടെ മൊഴി സാർ എടുത്തിട്ടുണ്ടോ? അവൾക്ക് അങ്ങനെ ഒരു പരാതി ഉണ്ടോ? ഓഫീസർ പറയുന്നു, ആ പെണ്ണിന്റെയും കൂടി ഒപ്പിട്ട ഒരു പരാതിയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഇത് കേട്ട് എല്ലാവരും ഞെട്ടി വിശ്വസിക്കാനാകാതെ നിൽക്കുകയാണ്. ഓഫീസർ പറയുന്നു, നടക്കടാ. നിധി പറയുന്നു, സാർ ഇവരൊരു തെറ്റും ചെയ്തിട്ടില്ല. ഓഫീസർ പറയുന്നു, അതങ്ങ് കോടതിയിൽ തെളിയിച്ചാൽ മതി. സുഭാഷ് പറയുകയാണ്, മോളെ വേണ്ട, ചെല്ല് പോകാം സാർ. നടക്കുവാന്ന് പറഞ്ഞ് സുഭാഷിനെയും നികേഷിനെയും ഹരീഷിനെയും സുധീഷിനെയും കൂട്ടിക്കൊണ്ട് പോലീസുകാർ അവിടെ നിന്ന് പോവുകയാണ്. നിധി ടെൻഷനോടുകൂടി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ്. ഭാസ്കരൻ വിഷമത്തോടുകൂടി അവിടേക്ക് ഇരിക്കുന്നു. അവരെ ജീപ്പിലേക്ക് കയറ്റുമ്പോൾ നിധി അരികിലേക്ക് ഓടി വരികയാണ്. കണ്ടു നിറങ്ങിയ നിധി പറയുന്നു, സാർ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് സാർ. സാർ പ്ലീസ് സാർ, സാർ പ്ലീസ് ഒന്ന് തുറക്ക്. പോലീസ് ജീപ്പ് അവിടെ നിന്ന് പോയതിനു ശേഷം പുച്ഛത്തോടുകൂടി നിധിയെ ഒന്ന് നോക്കിയിട്ട് സുനന്ദയുടെ അച്ഛനും ലളിതയും ഗംഗാധരനും അവിടെ നിന്ന് പോവുകയാണ്. ഭാസ്കരൻ വീഡിയോ എടുത്ത് വലിക്കുമ്പോൾ അരികിലേക്ക് വന്ന് നിധി ചോദിക്കുന്നു, എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? നിങ്ങളുടെ 4 മക്കളെയാ പോലീസ് കൊണ്ടുപോയത്, എന്നിട്ട് നിങ്ങൾ ഇവിടെ വീഡിയോ കത്തിച്ചിരിക്കുകയാണോ? സുനന്ദയുടെ അടുത്ത് സുഭാഷ് ഏട്ടൻ തെറ്റായിട്ട് പെരുമാറിയിട്ടില്ല, അതെനിക്കറിയാം. അവളാ ഇങ്ങോട്ട് വന്നത്. ഭാസ്കരൻ പറയുന്നു, അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതിന് എനിക്ക് നിന്റെ സർട്ടിഫിക്കറ്റ് വേണോ? അവനെ എനിക്ക് അറിഞ്ഞൂടെ? നിധി ചോദിക്കുന്നു, അറിയാലോ, പിന്നെന്തിനാ വെറുതെ ഇരിക്കുന്നത്? എന്തെങ്കിലും ഒന്ന് ചെയ്തൂടെ? ഭാസ്കരൻ ഒന്നും മിണ്ടാതെ സൈക്കിളും എടുത്ത് അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് ലളിതയുടെ വീടിന്റെ അരികിലേക്ക് വന്ന ഭാസ്കരൻ ഗേറ്റ് തള്ളി തുറന്നിട്ട് പറയുന്നു, എടി ഭൂതനെ, നിന്റെ ആ കിളവൻ ചേട്ടനെയും ആ പരട്ട പേർഷ്യക്കാരൻ നിന്റെ ഭർത്താവിനെയും വിളിച്ചോണ്ട് പുറത്തേക്ക് വാടി. എടി ഭൂതനെ ഇങ്ങോട്ട് ഇറങ്ങി വാടി. ഇറങ്ങി വാടോ. ഇത് കേട്ട് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് ഗംഗാധരനും ലളിതയും ലളിതയുടെ ഭർത്താവും. ഭാസ്കരൻ പറയുന്നു, എടി ആളില്ലാത്ത നേരം നോക്കി എന്റെ വീട്ടിൽ വന്ന് കയറിയത് നിന്റെ മോള. അതിന് എന്റെ മക്കൾ എന്ത് പിടിച്ചുന്നാ? പെണ്ണിനെ മര്യാദയ്ക്ക് വളർത്താൻ അറിയാത്തതിന് എന്റെ പിള്ളേർക്കെതിരെ പരാതി കൊടുക്കുകയാണോ വേണ്ടത്? വിരൽ ചൂണ്ടി ലളിത പറയുന്നു, ദേ എന്റെ മോളെ പറ്റി അനാവശ്യം പറയരുത്. നിങ്ങളുടെ കുടുംബം എങ്ങനെയാണെന്ന് നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. എന്റെ മോളെ പറ്റി ഇല്ലാവചനം പറഞ്ഞാലുണ്ടല്ലോ. ഭാസ്കരൻ പറയുന്നു, എടി ഞാൻ പറയൂടി. അയ്യോ അവൾ എന്റെ വീട്ടിൽ കയറി ഇറങ്ങുന്നത് ഈ നാട്ടുകാർ മുഴുവൻ കാണുന്നതാ. ഗംഗാധരൻ പറയുന്നു, എടാ മര്യാദയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ നോക്ക്. നിന്റെ മോൻ ഇവിടെ കയറി വഴക്കുണ്ടാക്കിയാലോ അത് കണ്ട് ഞങ്ങൾ മിണ്ടാതിരിക്കണം. ഇനി അവരെ 4 പേരെയും കാണാൻ നീ ജയിലിൽ തന്നെ പോകേണ്ടി വരും. ഭാസ്കരൻ പറയുന്നു, ഒന്ന് വായടക്കിടോ. എന്റെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാല് ദേ ഈ നിൽക്കുന്ന നിങ്ങളുടെ അളിയൻ ഇവനെ പ്ലെയിനിൽ കയറി അങ്ങ് പേർഷ്യയിലോട്ട് പോകത്തില്ല. അത് താൻ ഓർത്തോ. എന്റെ വീട്ടിൽ കയറി ആദ്യം തല്ലിയത് തന്റെ അളിയനാ. എന്റെ മുമ്പിൽ വെച്ചായിരുന്നു അത് ചെയ്തിരുന്നതെങ്കിൽ അവിടെ വെച്ച് തീർന്നേനെ ഇവൻ. ലളിത പറയുന്നു, അത്രയ്ക്ക് നട്ടലുള്ളവനാണെങ്കിലേ ഇപ്പൊ ഒന്ന് തൊട്, ഞാനൊന്ന് കാണട്ടെ. ഭാസ്കരൻ പറയുന്നു, തൊടുകൂടി, ഞാൻ തൊടും. എന്റെ മക്കളുടെ പേരിൽ പോലീസ് കേസെടുത്തു എന്നറിഞ്ഞാൽ ഇവന്റെ കൈയും കാലും ഞാൻ തല്ലി ഒടിക്കും. കാണോ നിനക്ക്? മകളുടെ കല്യാണം നടത്താനല്ലേ പ്ലെയിനിൽ കയറി ഇങ്ങോട്ട് വന്നത്? പെണ്ണിനെ ചെറുക്കന്റെ കയ്യിൽ പിടിച്ചു കൊടുക്കാനേ നിന്റെ കെട്ടിയവന് ഭാഗ്യം ഉണ്ടാകത്തില്ല. നോക്കിക്കോ. ലളിത ചോദിക്കുന്നു, താൻ എന്ത് ചെയ്യൂടോ? ഭാസ്കരൻ അവരുമായിട്ട് വഴക്കുണ്ടാക്കുകയാണ്. ഈ സമയം അവിടേക്ക് വന്ന നിധി പറയുന്നു, ഒന്ന് നിർത്തുന്നുണ്ടോ? അപ്പോൾ ഭാസ്കരൻ ചോദിക്കുന്നു, മോളെ നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നിന്നെ പോലെ ഒരു പെൺകുട്ടിക്ക് കയറി വരാൻ പറ്റുന്ന സ്ഥലമല്ല ഇത്. മോള് പോ, മോള് വീട്ടിലേക്ക് വയ്ക്കോ. ലളിത പറയുന്നു, ഈ നാട്ടിൽ ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാത്ത വീട് ഒന്നേ ഉള്ളൂ, അത് തന്റെ വീടാ. അവിടേക്ക് കയറി വന്നവളല്ലേ ഇവള്, അപ്പൊ ഇവളുടെ സ്വഭാവം ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഭാസ്കരൻ പറയുന്നു, ദേ എന്റെ മരുമകളെ പറ്റി പറഞ്ഞാൽ അടിച്ചു പല്ല് ഞാൻ താഴിടും. നിധി പറയുന്നു, ദേ ഒന്ന് നിർത്താനാ പറഞ്ഞത്. ജനലിന്റെ അരികിലേക്ക് വന്ന സുനന്ദ പുറത്തേക്ക് ശ്രദ്ധിക്കുമ്പോൾ നിധി സുനന്ദയെ ശ്രദ്ധിക്കുകയാണ്. നിധി പറയുന്നു, സുഭാഷ് ഏട്ടന് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് സുനന്ദയ്ക്കും നിങ്ങൾക്കും അറിയാം. എന്നിട്ട് നിങ്ങള് കള്ളപ്പരാതി കൊടുത്തില്ലേ? 4 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരിക്കുക. ലളിത പറയുന്നു, എന്നാ കണക്കായി പോയി. അവൻ എന്റെ മോളോട് എന്താ ചെയ്തതെന്ന് ഞാൻ എന്റെ ഈ 2 കണ്ണുകൊണ്ടും കണ്ടതാ. നിന്റെ കെട്ടിയോനും അവന്റെ അനിയന്മാരും കൂടി വന്ന് എന്റെ ഭർത്താവിനെയാ തല്ലിയത്. അതിനെല്ലാം കൂടിയാ ഞങ്ങൾ പരാതി കൊടുത്തത്. അവരെല്ലാം അനുഭവിക്കട്ടെ. നിധി പറയുന്നു, നിങ്ങൾ ഈ കാണിക്കുന്നതിൽ ഒരു ന്യായവും ഇല്ല. നിങ്ങളുടെ മോൾ അവിടേക്ക് വന്നത്
നിങ്ങൾ ആദ്യം സുഭാഷ് ഏട്ടനെ തല്ലിയത്? ലളിത പറയുന്നു, ഞങ്ങളുടെ ന്യായം ഞങ്ങൾ തീരുമാനിച്ചോളാം. കൊള്ളാവുന്ന ഒരു വീട്ടിലെ പെണ്ണാണെന്ന് നിന്നെ കുറിച്ച് ഞങ്ങൾ വിചാരിച്ചത്. ഇപ്പൊ മനസ്സിലായി നീയും ഇവരുടെ കൂട്ടത്തിൽ പെട്ടതാണെന്ന്. അല്ലെങ്കിൽ ഇവിടെ വന്ന് ഈ നാണം കെട്ടവർക്ക് വേണ്ടി സംസാരിക്കില്ലല്ലോ. ഭാസ്കരൻ പറയുന്നു, നാണം കെട്ടവളെ നീ അടി, അതുപോലെ നിന്റെ മോളും അടി. അതുകൊണ്ടാ കടന്നു പോകരുതെന്ന് പല പ്രാവശ്യം അവളോട് പറഞ്ഞിട്ട് നിന്റെ മോൾ അവിടെ വന്ന് കയറിയത്. ആദ്യം മക്കളെ നന്നായിട്ട് വളർത്താൻ പഠിക്ക്. ലളിത പറയുന്നു, ഓ മക്കളെ വളർത്തിയ ഗുണമൊന്നും നിങ്ങൾ പറയണ്ട. ആ ഗുണം കൊണ്ടാ മൂത്തവന് ഒരിടത്തൊന്നും പെണ്ണ് കിട്ടാതെ വീട്ടിൽ നിൽക്കുന്നത്. എന്റെ മോളെ എങ്ങനെയെങ്കിലും വശീകരിച്ച് ഈ കുടുംബത്തിലേക്ക് വന്നു കയറാനാണ് നിങ്ങളുടെ മോന്റെ വിചാരമെങ്കിൽ അതങ്ങ് മനസ്സിൽ വെച്ചേക്കാൻ അവനോട് പറഞ്ഞേക്ക്. ചിരിച്ചുകൊണ്ട് ഭാസ്കരൻ പറയുന്നു, ഈ വീട്ടിലേക്ക് കോർപ്പറേഷൻ മാലിന്യം കൊണ്ടുപോകുന്ന ലോറി കണ്ടിട്ടുണ്ട്. ഈ വീട്ടിൽ നിന്ന് പെണ്ണ് കെട്ടുന്നതിനേക്കാളും നല്ലത് ആ ലോറിക്ക് കൊണ്ടുപോയി തല വെക്കുന്നതാ. ഗംഗാധരൻ പറയുന്നു, തെറ്റുപറ്റിയത് നമുക്കല്ലെടുത്ത് ഇവനെയും കൂടി ചേർത്ത് പരാതി കൊടുക്കണമായിരുന്നു. 5 പേരും കൂടി അകത്ത് പോയി കിടന്നേനെ. അത് ചെയ്യാത്തത് കൊണ്ട് ഇവിടെ വന്ന് ബഹളം വെക്കുന്നത്. ഭാസ്കരൻ പറയുന്നു, ദേ വെറുതെ ബഹളം വെക്കാൻ വേണ്ടി മാത്രമല്ല ഞാൻ വന്നത്. സുനന്ദയുടെ അച്ഛൻ ചോദിക്കുന്നു, എടാ പിന്നെ എന്തിനാണ് നീ വന്നത്? തല്ലാനോ? ഇന്ന് പിടിച്ചോടാന്ന് പറഞ്ഞ് സുനന്ദയുടെ അച്ഛന്റെ കരണം പുകച്ചടിക്കുകയാണ് ഭാസ്കരൻ. അയ്യോ ഏട്ടാന്ന് വിളിച്ച് അരികിലേക്ക് ഓടി ചെല്ലുകയാണ് ലളിത. ഗംഗാധരനെ ഓടിച്ചെന്ന് സുനന്ദയുടെ അച്ഛനെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. ഭാസ്കരൻ പറയുന്നു, കണ്ടോ ഒറ്റയടിക്ക് താഴെ വീണത് കണ്ടില്ലേ? എടാ ഉണക്ക് കുപ്പൂസ് തിന്ന് ഉണ്ടാക്കിയ തടിയല്ല ഇത്, അടുത്തത് നിനക്കാടി. ലളിത പറയുന്നു, അയ്യോ ധനേട്ടാ വാ കേറി പോര് ധനേട്ടാ, അയാൾക്ക് ഭ്രാന്ത ധനേട്ടാ. അങ്ങനെ സുനന്ദയുടെ അച്ഛനെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോവുകയാണ് ലളിത. ഭാസ്കരൻ ചോദിക്കുന്നു, എന്താടോ തനിക്ക് വേണോ? ഗംഗാധരൻ പറയുന്നു, ഭാസ്കര വേണ്ട. ഭാസ്കരൻ പറയുന്നു, എന്നാ കേറിപ്പോ, താൻ പരാതി കൊടുത്തെന്നല്ലേ പറഞ്ഞത്, പോയി അടുത്ത പരാതി കൊടുക്കടാ. അങ്ങനെ ഭാസ്കരന്റെ മക്കൾ മാത്രം ലോക്കപ്പിൽ കിടക്കണ്ട, ഈ ഭാസ്കരനും കൂട്ടിരുന്നോളാം, കേറിപ്പോടാ. ഗംഗാധരൻ ഭയത്തോടു കൂടി അകത്തേക്ക് കയറി വാതിലടയ്ക്കുകയാണ്. ഭാസ്കരൻ പറയുന്നു, പേടിത്തൊണ്ടികള് നീ ചോദിച്ചില്ലേ എന്തേലും ചെയ്തൂടെ എന്ന്? ദേ അതായത് ഒരച്ഛന്റെ കടമ ചെയ്തില്ല എന്നൊരു പരാതി പറയരുത്. ഇനി എന്റെ മക്കളായി അവരുടെ പാടായി. അകത്ത് കിടക്കുകയോ ജാമ്യം എടുക്കുകയോ ഇനി എന്താന്ന് വെച്ചാൽ അത് ചെയ്യട്ടെ. അങ്ങനെ ഭാസ്കരൻ അവിടെ വന്ന് പോകുമ്പോൾ ജനലിന്റെ അരികിൽ നിൽക്കുന്ന സുനന്ദയുടെ അരികിലേക്ക് വന്ന നിധി പറയുന്നു, ഇതിനൊക്കെ കാരണം നീയാ, നീ തന്നെ ഇതിനൊരു പരിഹാരവും കാണണം. സുനന്ദ പറയുന്നു, ഞാൻ എന്ത് ചെയ്യും നിധി, എന്നെ ഇവിടെ പൂട്ടിയിട്ടിരിക്കുന്നത് പോലെയാ. നിധി പറയുന്നു, സുഭാഷേട്ടൻ നിന്നെ ഒന്നും ചെയ്തിട്ടില്ലാന്ന് നിനക്കും അറിയാലോ. സുനന്ദ പറയുന്നു, അതെനിക്ക് അറിയാം നിധി, ഒക്കെ എന്റെ മാമനും അച്ഛനും കൂടി ചെയ്തതാ. അത് നീ സ്റ്റേഷനിൽ വന്ന് പറയണമെന്ന് നിധി പറയുമ്പോൾ സുനന്ദ പറയുകയാണ്, എന്നെ ഇവിടുന്ന് എങ്ങോട്ടും വിടില്ല നിധി. ഈ സമയം അവിടേക്ക് വന്ന ലളിത പറയുന്നു, എടി വാടി ഇങ്ങോട്ട്. അങ്ങനെ മുടിക്ക് കുത്തിപ്പിടിച്ച് ജനലിന്റെ അരികിൽ നിന്നും മാറ്റി നിർത്തി ലളിത പറയുന്നു, ഇറങ്ങി പൊയ്ക്കോണം ഇവിടുന്ന്, അല്ലെങ്കിൽ ചൂടുവെള്ളം എടുത്ത് മുഖത്തൊഴിക്കും. അങ്ങനെ ലളിത ജനൽ അടയ്ക്കുകയാണ്. വാടി ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞ് സുനന്ദയെ പിടിച്ചു വലിച്ച് ആ റൂമിൽ നിന്നും കൊണ്ടുപോവുകയാണ് ലളിത. നിധി ടെൻഷനോട് കൂടി ഒന്ന് ആലോചിച്ച് അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുകയാണ് സുഭാഷും ഹരീഷും നികേഷും സുധീഷും. ഒരു കോൺസ്റ്റബിളിനോട് സുഭാഷ് പറയുന്നു, സാർ എന്റെ പേരിലാണ് സാർ പരാതിയുള്ളത്, ഞാൻ ഇവിടെ ഇരുന്നോളാം, എന്റെ അനിയന്മാരെ വിട്ടയക്കണം സാർ. നീ തൽക്കാലം അവിടെ ഇരിക്കുന്ന കോൺസ്റ്റബിൾ പറയുമ്പോൾ സുഭാഷ് പറയുന്നു, സാർ അവർക്ക് ഈ കാര്യത്തിൽ ഒരു ബന്ധമില്ല, അവരെ ദയവ് ചെയ്ത് വിട്ടയക്കണം പ്ലീസ് സാർ. കോൺസ്റ്റബിൾ പറയുന്നു, പരാതി നിന്റെ പേരിൽ മാത്രമാണെന്ന് ആരാ പറഞ്ഞത്? നീ നിന്റെ അനിയന്മാരെയും കൂട്ടി വീട് കയറി തല്ലിയെന്നാ പരാതി, അതും ഒരു പെൺകുട്ടിയെ അപമാനിക്കാൻ ശ്രമിച്ചത് ചോദ്യം ചെയ്തപ്പോൾ. വെറുതെ ഒന്നും അല്ല കൂട്ടിക്കൊണ്ട് വന്നത്. ഹരീഷ് പറയുന്നു, സാർ ഞങ്ങളുടെ ചേട്ടൻ ചെയ്യാത്ത കാര്യം പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ വന്ന് തല്ലിയത് ആദ്യം അവരാ, അത് നോക്കി വെറുതെ ഇരിക്കാൻ പറ്റുമോ? കോൺസ്റ്റബിൾ പറയുന്നു, എടാ ശബ്ദം കുറയ്ക്ക്, എന്നിട്ട് അവിടെ ഇരിക്ക്, പോയിരിക്കടാ, സമയമാകുമ്പോഴേ സാറ് വിളിച്ചോളും. അങ്ങനെ കോൺസ്റ്റബിൾ അവിടെ വന്ന് പോകുമ്പോൾ നികേഷിന്റെ കയ്യിൽ പിടിച്ച ഹരീഷ് പറയുന്നു, ഇതൊരു കള്ളക്കേസാടാ, അന്വേഷിച്ചാൽ അവർക്ക് മനസ്സിലാകും, നീ പേടിക്കാതിരിക്കുക. ഒരു കോൺസ്റ്റബിൾ അവിടേക്ക് വന്നിട്ട് പറയുന്നു, എടാ സാറ് വിളിക്കും. ഇത് കേട്ട് സുഭാഷ് അകത്തേക്ക് പോകാനായി തുടങ്ങുമ്പോൾ കോൺസ്റ്റബിൾ ചോദിക്കുന്നു, നിങ്ങളെ എന്താടാ പ്രത്യേകം ക്ഷണിക്കണോ? എണീറ്റ് വാ. സുഭാഷ് അനിയന്മാരെയും കൂട്ടി അകത്തേക്ക് പോവുകയാണ്. ഓഫീസർ പറയുന്നു, ഇങ്ങോട്ട് മാറി നിൽക്കടാ, ആ പെൺകുട്ടിയുടെ കല്യാണം വേറെ നിശ്ചയിച്ചതല്ലേ, നിനക്ക് ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു തരില്ല എന്ന് അവർ ആദ്യം മുതലേ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നതാ, പിന്നെന്തിനാടാ ആ കുട്ടിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി തെറ്റായ രീതിയിൽ പെരുമാറാൻ നോക്കിയത്? ഈ സമയം പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന നിധി വാതിലിന്റെ അരികിലേക്ക് വന്ന് വിഷമത്തോടുകൂടി സുഭാഷിനെയും അനിയന്മാരെയും നോക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ മെഗാ എപ്പിസോഡ് അവസാനിച്ചു. ഇനി അടുത്ത എപ്പിസോഡ് പ്രൊമോ റിവ്യൂ. പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്ന നിധിയുമായി ഫോണിൽ സംസാരിക്കുകയാണ് സുനന്ദ. ഈ സമയം അരികിലേക്ക് വന്ന ലളിത ദേഷ്യത്തോടുകൂടി സുനന്ദയെ നോക്കുമ്പോൾ ഫോൺ പിന്നിലേക്ക് പിടിച്ച് കണ്ണു നിറങ്ങി നിൽക്കുകയാണ് സുനന്ദ. ലളിത ചോദ്യം ചെയ്യുമ്പോൾ സുനന്ദ പറയുന്നു, സുഭാഷ് ഏട്ടൻ ഒന്നും ചെയ്തിട്ടില്ല, അത് നിങ്ങൾക്കും അറിയാം, പിന്നെ നിങ്ങൾ എന്തിനാ പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ ഒരു പരാതി കൊടുത്തത്? ഞാൻ അവരോട് സത്യം പറയാൻ പോകുക. തുടർന്ന് പോലീസ് ഓഫീസറുമായി സംസാരിച്ച് സുഭാഷിനെയും അനിയന്മാരെയും രക്ഷിക്കാനായി നിധി ഓഫീസറെയും കൂട്ടി സുനന്ദയുടെ വീട്ടിലേക്ക് വരികയാണ്. ഓഫീസർ സുനന്ദയെ വിളിക്കാൻ പറയുമ്പോൾ ലളിത പറയുന്നു, സർ എന്റെ മോളോട് ആ സുഭാഷ് എന്ന് പറയുന്നവൻ വൃത്തികേട് കാണിച്ചതാണ് സർ, പെൺകുട്ടി ഞങ്ങളുടേതല്ലേ, ഞങ്ങൾ നുണ പറയുമോ? ഈ സമയം പെണ്ണ് കാണലിനായി ഒരുങ്ങി നിൽക്കുകയാണ് സുനന്ദ. നിധിയുടെ ആവശ്യപ്രകാരം പോലീസ് ഓഫീസർ സുനന്ദയെ പുറത്തേക്ക് വിളിക്കുകയാണ്. ഓഫീസർ സുനന്ദയെ ചോദ്യം ചെയ്യുന്നു, സുഭാഷ് നിങ്ങളോട് മോശമായി പെരുമാറിയോ? സുനന്ദ ഒന്നും മിണ്ടാതെ വിഷമത്തോടുകൂടി കുരുങ്ങി നിൽക്കുകയാണ്. സത്യം പറയാനായി നിധി ആവശ്യപ്പെടുമ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയുകയാണ് സുനന്ദ. വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.